ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണോ? കാലാവസ്ഥയൊക്കെ ഒന്ന് നേരെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പഠനവും ഒന്നുകൂടി മെച്ചപ്പെടുത്തണം. ഇന്ന് നമുക്ക് ഇംഗ്ലീഷ് ക്ലാസ്സാണ്, ലെസൺ 44. വരുന്ന 3 മാസങ്ങളിൽ ഒരു പരീക്ഷ, ധാരാളം പരീക്ഷ വരികയാണ്. അപ്പോൾ ആ പരീക്ഷയ്ക്ക് വേണ്ടി നമുക്ക് തയ്യാറെടുക്കണം. പഴയതിനേക്കാളും സജീവമായി തയ്യാറെടുക്കണം. കാരണം ഇപ്പോൾ നിങ്ങളൊരു ട്രാക്കിൽ വന്നിട്ടുണ്ട്, അതിനെ ഞങ്ങളൊന്ന് നിലനിർത്തും. അതാണ് തുടക്കത്തിൽ പറയാനുള്ളത്. മറ്റൊന്ന്, ഇംഗ്ലീഷ് ക്ലാസ് എടുക്കുന്നത് ഈ പ്രാഥമിക പരീക്ഷ കിട്ടാത്തവരും ഇത് കാണണം. അതെന്തുകൊണ്ടാണ്? SLC ജയിച്ച എല്ലാവർക്കും എല്ലാ പരീക്ഷകളിലും ഇംഗ്ലീഷ് ഉണ്ടല്ലോ. അതുപോലെ ഡിഗ്രി ലെവൽ പരീക്ഷ, ഏത് പരീക്ഷയ്ക്കും ഇംഗ്ലീഷുണ്ട്. ലാസ്റ്റ് ഗ്രേഡ്, അതായത് 10ാം ക്ലാസ് തോറ്റവർ കാണണമെന്ന് ഞാൻ പറയുന്നില്ല. അവർ കണ്ടാൽ അത്രയും നല്ലത്, കുറച്ച് ഇംഗ്ലീഷ് മനസ്സിലാവുമല്ലോ. നമ്മളിത് കാണാൻ ഒരു ശ്രമം നടത്തുക. നിങ്ങൾക്ക് ഇത് ഗുണകരമാണെങ്കിൽ കാണുക. അതാണ് ചെയ്യാനുള്ളത്. ലാസ്റ്റ് പറയാനുള്ളത്, നിങ്ങൾ എന്നെ ഫോൺ വിളിക്കുന്നത് അവസാനിപ്പിച്ചേ പറ്റൂ. ഇന്നലെ ഞാൻ ഒരു പയ്യൻ്റെ അടുത്ത് ദേഷ്യപ്പെടേണ്ടി വന്നു. അതിൻ്റെ കാരണമെന്നുള്ളത് 10-80 മാർക്കുണ്ട്. അപ്പോൾ ആരോ പറഞ്ഞെന്ന് ഈ മാർക്ക് കിട്ടൂല. ഈ ആരോ പറഞ്ഞതിനെ മറുപടി എന്തിനാണ് ഞാൻ പറയണത്? നിങ്ങളെ അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ട് ഈ കട്ട് ഓഫ് സ്ഥാപനങ്ങളുണ്ട്. കട്ട് ഓഫ് സ്ഥാപനങ്ങൾ പറയുന്നതിന് മറുപടി പറയാൻ യഥാർത്ഥത്തിൽ എനിക്കതിനുള്ള ത്രാണിയില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ ആവശ്യമില്ലാതെ ഫോൺ വിളിക്കരുത്. PSCയിൽ അറിയേണ്ട കാര്യത്തിനും എന്നെ വിളിക്കുകയാണ്. അങ്ങനെ പറ്റില്ലല്ലോ. നമുക്കങ്ങനെ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒന്നത് നല്ല തിരക്കാണ്. ഇത് ഓരോ ക്ലാസ്സും നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ അത് കൂടുതൽ വായിക്കുകയും അത് പെർഫെക്റ്റ് ആക്കുകയും വേണം. അതുകൊണ്ട് ഒരാൾ പോലും ഫോൺ വിളിക്കരുത്. മാക്സിമം ഒരാൾ പോലും പുകഴ്ത്തി എഴുതരുത്. ഇപ്പോൾ ഞങ്ങൾ ഇന്നലെയും മെനഞ്ഞാന്നൊക്കെ ഞങ്ങളുടെ ഇവിടുത്തെ കുട്ടിയൊക്കെ ഒരു ആവേശമാണ്. എന്താണെന്നറിയാമോ? നിങ്ങളുടെ കമൻസിലിടുന്ന GK ഇവിടെ എഴുതിയെടുത്ത് പഠിക്കുകയാണ്. ഇത്രമാത്രം GK നിങ്ങളിരുന്ന് GK അണപൊട്ടി ഒഴുകുകയല്ലേ നമ്മളെ ചാനലിൽ. വളരെ സന്തോഷം. എൻ്റെ കുട്ടികളെല്ലാവരും എന്നോടൊപ്പം ഉറച്ചു നിൽക്കുന്നുണ്ട്, നന്നായിട്ട് പഠിക്കുന്നുണ്ട്. ലേശം മാർക്ക് കുറഞ്ഞവർ വീണ്ടും നന്നായി പഠിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ ഇങ്ങനെയുള്ള കമൻസ് വേണമെങ്കിൽ നിങ്ങൾ അതിനകത്ത് എഴുതിക്കോളൂ. സൂരജൊക്കെ വായിച്ച് എനിക്ക് പറഞ്ഞു തരും. അതുകൊണ്ട് നോ ടെലിഫോൺ കാൾ. ഇന്നലെ ഒരു പയ്യനോട് അല്പം ദേഷ്യപ്പെടേണ്ടി വന്നു, നിവർത്തിയില്ല. കാരണം അത് ചിലത് രാത്രിയാണ് സംസാരിച്ചത് തന്നെ. വേറെ എവിടെയോ ആരൊക്കെയോ പറഞ്ഞതിന് മറുപടിയാണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. ഇത് PSC പറയുകയാണെങ്കിൽ അതിന് നമുക്ക് തിരക്കി മറുപടി പറയാം. പക്ഷെ വേറൊരു വ്യക്തി ഇന്നതുപോലെ പറഞ്ഞു, അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഐ ആം ഹെൽപ്ലെസ്. ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, ആർക്കും എൻ്റെ അടുത്ത് വിരോധം തോന്നരുത്. ഒന്നാമത് ഈ പ്രായമായി വരുമ്പോൾ അല്പം ദേഷ്യം കൂടുതലായിരിക്കും കേട്ടോ. എനിക്ക് മാത്രമല്ല, മൊത്തം. അപ്പോൾ നിങ്ങളെ വീട്ടിലൊക്കെ പ്രായമായവരുണ്ടെങ്കിൽ അവർക്ക് അല്പം ദേഷ്യം കൂടുതലായിരിക്കും. കാരണം എക്സാമ്പിൾ ചക്രവാണി സാർ തന്നെയല്ലോ, ദേഷ്യം ലേശം കൂടുതൽ വരും. അതെല്ലാവരും സഹിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ലെസൺ 44, ഇംഗ്ലീഷ് ലെസൺ 44. ലെസൺ 44. ഈ 44 പറയുമ്പോഴത്തേക്ക് എൻ്റെ ധാരണ ഞാൻ പറയുകയാണ്. എൻ്റെ മുന്നിലിരിക്കുന്നവരെല്ലാം ബഹുഭൂരിപക്ഷവും ഗ്രാമീണ സ്റ്റുഡൻസ് ആയിരിക്കും. അതിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചവർ വളരെ കുറവായിരിക്കും. അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയോട് ഒരു താല്പര്യക്കുറവുള്ള കുറേ ആളുകൾ നേരത്തെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് മാറിയെടുത്ത് വരികയാണ്. അതുകൊണ്ട് അവരാണ് എൻ്റെ മുന്നിലുള്ള സ്റ്റുഡൻസ്. ഞാൻ അവരെ ഉദ്ദേശിച്ചാണ് ഈ ക്ലാസ് എടുക്കുന്നത്. നല്ല നിലവാരമുള്ളവർക്ക് എൻ്റെ ക്ലാസ് അത്ര പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും സഹിച്ച് കളയുക. നമുക്കൊരു ജോലി കൂടിയേ തീരൂ. നിങ്ങൾ വീണ്ടും ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, പണ്ട് എത്രമാത്രം താല്പര്യം എടുത്തിട്ടുണ്ടോ അതിൻ്റെ 100 മടങ്ങ് താല്പര്യമെടുത്താൽ നമുക്ക് ജോലി കിട്ടും. ഇനിയും LDC വിളിക്കും, ഇനിയും പോലീസ് വിളിക്കും, ഇനിയും SI വിളിക്കും. ഇപ്പോൾ ലേറ്റസ്റ്റ് ഞാൻ അറിയുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ലേറ്റസ്റ്റ് ഞാൻ അറിയുന്നതാണ്. ആരും കോട്ട് ചെയ്യരുത്, സൈറ്റ് ചെയ്യരുത്. സൈറ്റ് ഇപ്പോൾ PSCക്ക് ചോദിച്ചല്ലോ. എന്നെ സൈറ്റ് ചെയ്യരുത്. യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഗ്രേഡ് വിളിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ബാക്കിയുള്ള പരീക്ഷകൾക്ക് ഉള്ള നോട്ടിഫിക്കേഷൻസ്, പലതിൻ്റെയും നോട്ടിഫിക്കേഷൻസ് വരുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം സൂരജൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞത്. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കണമെന്ന് ഞാൻ വീണ്ടും പറയുകയാണ്. ശരി, ഇനി ആ വിഷയത്തിലേക്ക് അടക്കാം. കൂടുതൽ സമയം സംസാരിച്ച് കളയുന്നില്ല. പഴയതുപോലെ തന്നെ പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിളോട് കൂടിയാണ് ഈ ക്ലാസ് തുടങ്ങുന്നത്.
ഈ പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ നിങ്ങൾക്ക് ഇനി വേണോ? നിങ്ങൾ പറയണേ ചക്രവാളി സാർ അതിന് വേണ്ട മതി എന്ന് പറയുകയാണെങ്കിൽ ഞാൻ നിർത്താം. ശരി, നമുക്ക് 10-15 നോക്കാം. BUY ബൈ, BRING ബ്രിങ്, STEAL സ്റ്റീൽ, SLAY സ്ലേ, SPEAK സ്പീക്ക്. ഇതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ ഇത് പഠിക്കണമെന്നർത്ഥം. ഇതിൻ്റെ അല്ല, ഇത് പ്രസന്റ് ടെൻസ് ആണ്. ഇതിൻ്റെ പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും പറയണം. ഇതിൻ്റെ പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ പറയണം. പറയും. എത്ര പേർക്ക് എഴുതാൻ പറ്റും? എല്ലാവരും ഒന്ന് പെട്ടെന്നൊന്ന് എഴുതി നോക്കൂ. അറിയാമല്ലോ, പെട്ടെന്നൊന്ന് എഴുതി നോക്കൂ, പെട്ടെന്നൊന്ന് എഴുതി നോക്കൂ. ശരി, നോക്കാം. ആദ്യത്തെ ബൈ വാങ്ങുന്നു. നിങ്ങളിവിടെ വാങ്ങുന്നു എന്ന് എഴുതി വെക്കണം കേട്ടോ. ഇംഗ്ലീഷ് ട്യൂഷൻ തുടങ്ങിയോ? എത്ര പേർ തുടങ്ങി? ഇംഗ്ലീഷ് ട്യൂഷൻ തുടങ്ങിയോ? ബൈ വാങ്ങുന്നു. വേറെ ഒരെണ്ണം കൂടെ ഉണ്ട്, BUYS. ഞാൻ ഒരെണ്ണം എഴുതിയിട്ടുണ്ട്. BUYS എല്ലാത്തിനും ഒരെണ്ണം കൂടിയുണ്ട്. ബ്രിങ് ബ്രിങ്സ്, സ്റ്റീൽ സ്റ്റീൽസ്, സ്ലേ സ്ലൈസ്, സ്പീക്ക് സ്പീക്സ്. ബൈ വാങ്ങുന്നു, വാങ്ങിച്ചു എന്നുള്ളതിന് BOUGHT ബോട്ട്സ്, ബോട്ട്സ്, BOUGHT ബോട്ട്സ്. ഇത് നമ്മളെ ചാനലിൽ മാത്രമുള്ളൊരു പ്രത്യേകതയാണ്. ബൈ വാങ്ങുന്നു, ബോട്ട് വാങ്ങിച്ചു. ഇവിടെയാണ് ഡിഡ്, ഇവിടെയാണ് വാസ്, വേർ, ഇവിടെയാണ് ഡു, ഡസ്, ഈസ്, ആർ, ആം. ഇത് എൻ്റെ കൂടെ നിൽക്കണവരൊക്കെ മനസ്സിലാവുള്ളൂ. ഈ സാറാം പാസീവ് വോയിസിലേക്കാണ് ഈ വരിക്ക്. ഈ സാറാം വരുന്ന പാസീവ് വോയിസിലേക്ക്. ഡു, ഡസ്. ഐ ബൈ ഞാൻ വാങ്ങുന്നു, ഐ ഡു നോട്ട് ബൈ ഞാൻ വാങ്ങുന്നില്ല. ഷീ ബൈസ് എസൂഡാണ്. ഷീ ബൈസ് അവൾ വാങ്ങുന്നു, ഷീ ഡസ് നോട്ട് ബൈ അവൾ വാങ്ങുന്നില്ല. ഐ ബോട്ട് ഞാൻ വാങ്ങിച്ചു, ഞാൻ വാങ്ങിച്ചിട്ടില്ല എന്നുള്ളതിന് ഐ ഡിഡ് നോട്ട് ബൈ. ബോട്ട് എന്നുള്ള വാക്കിൻ്റെ പിരിച്ചെഴുതുന്നതാണ് ഡിഡ് അധികം ബൈ. ഇത് ബോട്ട്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ബ്രിങ് കൊണ്ടുവരിക, പാസ്റ്റ് ടെൻസ് ആണ്. BROUGHT ബ്രോട്ട്, ബ്രോട്ട്, BROUGHT ബ്രോട്ട്. ബ്രിങ് ബ്രോട്ട്, ബ്രോട്ട്. പാസീവ് വോയിസിന് മൂന്നാമത്തെ വരി വേണമല്ലോ. ബൈ ബോട്ട്, ബോട്ട്. ബ്രിങ് കൊണ്ടുവരിക, ബ്രോട്ട് കൊണ്ടുവന്നു. ബ്രിങ് ബ്രോട്ട്, ബ്രോട്ട്. സ്റ്റീൽ മോഷ്ടിക്കുക, STOLE സ്റ്റോൾ, സ്റ്റോളൻ, STOLEN സ്റ്റീൽ, സ്റ്റോൾ, സ്റ്റോളൻ. സ്റ്റീൽ മോഷ്ടിക്കുന്നു, സ്റ്റോൾ മോഷ്ടിച്ചു. സ്ലേ കൊല്ലുക, നിങ്ങൾക്ക് അറിയാമായിരുന്നോടോ? സ്ലൂ, സ്ലൈൻ, SLAIN സ്ലൈൻ. സ്ലേ കൊല്ലുക, സ്ലൂ കൊന്നു. സ്ലേ, സ്ലൂ, സ്ലൈൻ. സ്പീക്ക് സംസാരിക്കുന്നു, SPOKE സ്പോക്ക് സംസാരിച്ചു, സ്പോക്കൺ, SPOKEN സ്പോക്കൺ. ഇത്രയും അറിയാമോ? ഇത്രയും അറിയാമെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ എത്തുന്നു. ബൈ ബോട്ട്, ബോട്ട്. ബ്രിങ് ബ്രോട്ട്, ബ്രോട്ട്. സ്റ്റീൽ, സ്റ്റോൾ, സ്റ്റോളൻ. സ്ലേ കൊല്ലുക, സ്ലേ, SLEW സ്ലൂ, സ്ലൈൻ, SLAIN. സ്പീക്ക്, സ്പോക്ക്, സ്പോക്കൺ. സ്പീക്ക്, സ്പോക്ക്, സ്പോക്കൺ. അപ്പോൾ 1, 2, 3, 4, 5. ഇനി അടുത്ത 5ലേക്ക് പോകാം. ഒരു 15 നമുക്ക് നോക്കാം. അടുത്ത 5ലേക്ക് പോകാം. അപ്പോൾ സ്ലേ കൊല്ലുക, SLEW സ്ലൂ കൊന്നു. അപ്പോൾ സ്ലൂ രണ്ടാമത്തെ വരിയെന്ന് അറിഞ്ഞാലല്ലേ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഡിഡ് എഴുതാൻ പറ്റുള്ളൂ. സ്ലേ, സ്ലൂ, സ്ലൈൻ. സ്പീക്ക്, സ്പോക്ക്, സ്പോക്കൺ. സ്റ്റീൽ, സ്റ്റോൾ, സ്റ്റോളൻ. സ്റ്റീൽ മോഷ്ടിക്കുക, സ്റ്റോൾ മോഷ്ടിച്ചു. രണ്ടാമത്തെ വരി. അത് ഡിഡ് അധികം സ്റ്റീലാണ് സ്റ്റോളായി മാറിയത്. അടുത്ത 5ലേക്ക് പോകാം. അടുത്ത 5 എന്ന് പറയുന്നത് HURT ഹർട്ട്, ഹർട്ട്. HIT ഹിറ്റ്. ഇതൊക്കെ സ്ഥിര ചോദിക്കുന്നതാണ്. SPREAD സ്പ്രെഡ്. അടുത്തത് READ റീഡ്. അടുത്തത് LOSE ഞാൻ മലയാളത്തിൽ കൂടെ എഴുതി വെച്ചിട്ടാണ് ലൂസ് ഉച്ചരിക്കുന്നത്. ശരി, ഹർട്ട് വേദനിപ്പിക്കുക. പാസ്റ്റ് ടെൻസ് ഹർട്ട് തന്നെ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഹർട്ട് തന്നെ. ഹർട്ട്, ഹർട്ട്, ഹർട്ട്. ഇത് ഞാൻ പണ്ട് പറഞ്ഞതാണ്. ഹിറ്റ്, ഹിറ്റ് തന്നെ. ഹിറ്റ്, ഹിറ്റ്, ഹിറ്റ്. സ്പ്രെഡ്, SPREAD സ്പ്രെഡ്, SPREAD സ്പ്രെഡ്. റീഡ് വായിക്കുന്നു, റീഡ് വായിക്കുന്നു. READ റെഡ്, READ റെഡ്. റീഡ് വായിക്കുന്നു, റെഡ് വായിച്ചു. റെഡ് ഉച്ചാരണത്തിലെ വ്യത്യാസമുള്ളൂ. ഐ റീഡ് ഞാൻ വായിക്കുന്നു, ഐ റെഡ് ഞാൻ വായിച്ചു. ഷീ റീഡ്സ് അവൾ വായിക്കുന്നു, ഷീ റെഡ് അവൾ വായിച്ചു. ഐ റെഡ് എ ലെറ്റർ ഞാനൊരു ലെറ്റർ വായിച്ചു. റീഡ് വായിക്കുന്നു, റെഡ് വായിച്ചു. അടുത്ത് ലൂസ് നഷ്ടപ്പെടുക, LOSE ലൂസ്, ലൂസ്, ലൂസ് നഷ്ടപ്പെടുക. ലൂസ്, ലോസ്റ്റ്, ലോസ്റ്റ്. കാരണം ലോസ്റ്റ് രണ്ടാമത്തെ വരി. ലോസ്റ്റ് നഷ്ടപ്പെട്ടു.
ഡിഡ് അധികം ലൂസാണ് ലോസ്റ്റായി മാറിയത്. അപ്പോൾ ഹർട്ട് 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 തന്നെ, ഹിറ്റ് 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 തന്നെ, സ്പ്രെഡ് 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 തന്നെ, റീഡ് റെഡ് റെഡ്, ലൂസ് ലോസ്റ്റ് ലോസ്റ്റ്. ഇത് ഈ വരി പ്രസന്റ് ടെൻസ്, ഇത് പാസ്റ്റ് ടെൻസ്, ഇത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇവിടെയാണ് ഡിഡ് വാസ് വെയർ. അടുത്തതിലേക്ക് പോവുകയാണ്. അടുത്തത് നമുക്ക് വിഷയത്തിലേക്ക് വരാം. അടുത്തത് അപ്പോൾ LOSE ലൂസ് നഷ്ടപ്പെടുക, ലോസ്റ്റ് നഷ്ടപ്പെട്ടു, സ്പ്രെഡ് 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 തന്നെ, ഹിറ്റ് 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 തന്നെ. ഹിറ്റഡ് എന്ന് പണ്ട് പരീക്ഷയ്ക്ക് ചോദിച്ചു, തെറ്റ് തിരുത്താൻ. ഹിറ്റ് ഹർട്ടഡ് എന്ന് പറയില്ല, ഹർട്ട് 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 തന്നെ. അടുത്തതിലേക്ക് വരാം. അടുത്തത് KNOW നോ, നോ. CLIMB ക്ലൈംബ്, JUMP ജമ്പ്. ഇവിടെ വരുമ്പോഴത്തേക്കാണ് ഒരു ചെറിയ സംശയം വരുന്നത്. CLI ക്ലൈംബ് കയറുക, ജമ്പ് ചാടുക, ജമ്പ് ചാടുക. അടുത്തത് ബേസ്റ്റ് പൊട്ടിത്തെറിക്കുക, ബേസ്റ്റ് പൊട്ടിത്തെറിക്കുക. അടുത്തത് സ്പ്ലിറ്റ്, SPLIT സ്പ്ലിറ്റ്. അടുത്തത് ത്രസ്റ്റ്, ത്രസ്റ്റ് തള്ളുക എന്നൊക്കെ ഉള്ള അർത്ഥം, തള്ളുക. നമുക്ക് വിഷയത്തിലേക്ക് വരാം. നോക്കൂ, നോ അറിയുക, അറിഞ്ഞു. KNEW ന്യൂ, നോൺ. KNOW നോൺ, നോ അറിയുക, ന്യൂ അറിഞ്ഞു. ഐ നോ ഞാൻ അറിയുന്നു, ഐ ഡു നോട്ട് നോ എനിക്ക് അറിഞ്ഞുകൂടാ. ഷീ നോസ് അവൾ അറിയുന്നു, ഷീ ഡസ് നോട്ട് നോ അവൾ അറിയുന്നില്ല. ഷീ ന്യൂ അവൾ അറിഞ്ഞു, അവൾ അറിഞ്ഞില്ല. ഷീ ഡിഡ് നോട്ട് നോ. ഈ ന്യൂവിനെ പിരിക്കുന്നതാണ് രണ്ടാമത്തെ വരിക്കകത്താണ് ഡിഡ് ഉള്ളത്. ഈ ന്യൂ എന്നുള്ള വാക്കുണ്ടായിരിക്കുന്നത് ഡിഡ് അധികം നോയാണ്. KNOW നോ, ഡിഡ് അധികം നോ, ഞാൻ അഴിച്ചു കളയുകയാണ്. ശരി, ഇത് നിങ്ങൾ ട്യൂഷൻ പഠിപ്പിക്കണം. ട്യൂഷൻ പഠിപ്പിച്ച് നമ്മൾ സമയം നഷ്ടപ്പെടുത്തി കളയരുത്. അടുത്ത ക്ലൈംബ്, ഈ ബിയിൽ തന്നെ അവസാനിക്കണം. ക്ലൈംഡ്, CLIMBED ക്ലൈംഡ്, CLIMBED ക്ലൈംഡ്. അടുത്ത് ജമ്പ്, ജംപ്ഡ്, JUMPED. ആണ്ട EP, ഇവിടെയും P, ഇവിടെ B, ഇവിടെയും B. ജംപ്ഡ് ചാടി, JUMPED ജംപ്ഡ്. തെറ്റിപ്പോകരുത്. ഇത് എഴുതുമ്പോഴത്തേക്ക് ചില കൊച്ചുകുട്ടികൾ തെറ്റിപ്പോകും. നിങ്ങൾ കൊച്ചുകുട്ടികളല്ലല്ലോ. BURST ബേസ്റ്റ് പൊട്ടിത്തെറിക്കുക, BURST തന്നെ ബേസ്റ്റ്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. സ്പ്ലിറ്റ് പാസ്റ്റ് ടെൻസ് സ്പ്ലിറ്റ് തന്നെ, സ്പ്ലിറ്റ് സ്പ്ലിറ്റ് തന്നെ, SPLIT സ്പ്ലിറ്റ്. ത്രസ്റ്റ് ത്രസ്റ്റ് തന്നെ, THRUST ത്രസ്റ്റ് തള്ളുക, THRUST ത്രസ്റ്റ്, ട്രസ്റ്റ്. ഇത്രയും പിടി കിട്ടിയാൽ നോക്കൂ. നോ ന്യൂ നോൺ, ക്ലൈംബ് ക്ലൈംഡ് ക്ലൈംഡ്, ജംപ് ജംപ്ഡ് ജംപ്ഡ്, ബേസ്റ്റ് ബേസ്റ്റ് ബേസ്റ്റ്, സ്പ്ലിറ്റ് സ്പ്ലിറ്റ് സ്പ്ലിറ്റ്. സ്പ്ലിറ്റഡ് എന്നൊന്നും ഇംഗ്ലീഷ് പറയില്ല. ത്രസ്റ്റ് 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 തന്നെ. ഇതാണ് ഇന്നത്തെ പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. എൻ്റെ സുഹൃത്തുക്കളടുത്ത് ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിക്കുന്നത്, ഇതൊക്കെ വേണോ? ഇങ്ങനെ തന്നെ പോകണോ? എന്തെങ്കിലും മാറ്റം വരുത്തണോ? കുറേശ്ശെ കുറേശ്ശെ മാറ്റം വരും, നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾക്ക് ഈ ഭാഷയോടൊരു സ്നേഹം തോന്നുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ സഹായമില്ലാതെ ഡിക്ഷണറിയൊക്കെ എടുത്തു വെച്ച് നിങ്ങൾ തന്നെത്താൻ നോക്കി പഠിക്കും. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വർക്കൗട്ട് ചെയ്യുമ്പോൾ ആദ്യം കുറച്ചൊക്കെ തെറ്റുകൾ വരും, പിന്നീട് ശരി വരും, പിന്നീട് ഈ ഭാഷയോടൊരു ഹരം വരും. അങ്ങനെ ഇംഗ്ലീഷ് പഠിക്കും, നിങ്ങളുടെ പിൻഗാമികൾ പഠിക്കും, എല്ലാവരും പഠിക്കും. അങ്ങനെ ഇംഗ്ലീഷിനെ നമ്മൾ സ്നേഹിച്ചു കൊടുക്കും. അതാണ് സംഭവിക്കാൻ പോണത്. അടുത്ത ഭാഗത്തേക്ക് പോകും. അടുത്ത 5 സ്പെല്ലിങ്ങാണ്. എല്ലാം കൂടെ ചേർത്ത് പോകണ്ടേ? 5 സ്പെല്ലിങ് എഴുതിക്കോളൂ. വെക്കേഷൻ, എല്ലാവരും എഴുതും. വെക്കേഷൻ, വെക്കേഷൻ, VACATION വെക്കേഷൻ. ശരിയാണോ നോക്കൂ? വെക്കേഷൻ, വെക്കേഷൻ ശരിയാണോ? അടുത്ത 40 എന്നുള്ള 40, FORTY അങ്ങനെയാണോ കിട്ടിയത് നോക്കൂ? FORTY 40. അടുത്ത് അറ്റൻഡൻസ്, ATTENDANCE ആണോ? അറ്റൻഡൻസ്, ANCE അറ്റൻഡൻസ്. അടുത്തത് സെൻസസ്, CENSUS സെൻസസ്. അടുത്ത ടെലിവിഷൻ, അത് നമുക്കറിയാം. TELEVISION ടെലിവിഷൻ, TELEVISION. 5 സ്പെല്ലിങ്ങേ പറഞ്ഞു തരുന്നുള്ളൂ. വെക്കേഷൻ, VACATION, FORTY 40. അറ്റൻഡൻസ്, ATTENDANCE. ഹാളിലിരിക്കുമ്പോൾ ഒരു ചെറിയ സംശയം വരും, ആണോ ഈ ആണെന്നുള്ള. അറ്റൻഡൻസ്. സെൻസസ്, CENSUS സെൻസസ്. ടെലിവിഷൻ, TELEVISION ടെലിവിഷൻ. 5 സ്പെല്ലിങ്ങും പറഞ്ഞു തന്നിട്ടുണ്ട്. അടുത്ത ഒരു ഭാഗം കൂടെ പറഞ്ഞിട്ട് ഇന്നൊരു പുതിയ കാര്യം പറഞ്ഞു തരാൻ പോകണം. എല്ലാവരും ശ്രദ്ധിച്ചോളണം. ശരി ശരി, എല്ലാവരും ബോർഡിലേക്ക് വരും. ബോർഡിലേക്ക് വരുമ്പോൾ ഞാൻ ആദ്യമേ പറയാം,
വെർബൽ ഫ്രേസ് ഒരു മാർക്കിന് ചോദിക്കും. ഇപ്പോഴും ഒരെണ്ണം ചോദിച്ചു. വെർബൽ ഫ്രേസ് എന്ന് പറയുന്നത് കാൾ ഓൺ വിസിറ്റ് എ പേഴ്സൺ, കാൾ അറ്റ് വിസിറ്റ് എ പ്ലേസ്, കാൾഡ് അപ്പോൺ ഇൻവൈറ്റഡ്, കാൾ ഓഫ്, ക്യാൻസൽ. ഓർമ്മയുണ്ട്? പാസ്റ്റ് അവേ ഡൈഡ്, ഗിവൺ അവേ ഡിസ്ട്രിബ്യൂട്ടഡ്, ഇങ്ങനെയുള്ള നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഗിവ് അപ്പ് ഉപേക്ഷിക്കുക, അബേണ്ടൻ, ഗിവ് അപ്പ് ഉപേക്ഷിക്കുക, അബേണ്ടൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ 10 വെർബൽ ഫ്രേസ് എഴുതുകയാണ്. എല്ലാവരും എഴുതിയെടുത്ത് അറിയാവുന്ന നോക്കുക. 1 സൂരജിന് ഞാൻ ആദ്യം കൊടുക്കാം. ഫാളോ ഔട്ട്. സൂരജ് എന്നെ പറയും. സെറ്റ് ഔട്ട്. അടുത്ത് ഗോ ഫോർ, ഗോ ഫോർ. മേക്ക് ഗുഡ്, മേക്ക് GOOD, ഗുഡ്. ടേക്ക് ആഫ്റ്റർ, ടേക്ക്. ചക്രവാണി സാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, അതിൽ ഒരു തർക്കവും വേണ്ട. അടുത്തത് ഗോ ഓഫ്. സൂരജ് എത്ര എണ്ണം അറിയാം? എത്ര എണ്ണം അറിയാം? 1 2 3 4 5 6 എണ്ണം ബോഡി കിടപ്പുണ്ട്. 5 എണ്ണം സൂരജിന് അറിയാം. സൂരജിന് അറിഞ്ഞുകൂടാത്ത ഏതാ? മേക്ക് വുഡ് കോമ്പൻസേറ്റ്, നഷ്ടപരിഹാരം കൊടുക്കുക. മേക്ക് വുഡ് കോമ്പൻസേറ്റ്, കോമ്പൻസേറ്റ്. മേക്ക് വുഡ് കോമ്പൻസേറ്റ്, നഷ്ടപരിഹാരം കൊടുക്കുക. മേക്ക് GOOD, ഗുഡ്. ബാക്കിയെല്ലാം അറിയാം. ഫാളോ ഔട്ട് കോറൽ, വഴക്ക് കൂടുക. QUARREL, കോറൽ, വഴക്ക് കൂടുക. സെറ്റ് ഔട്ട് സ്റ്റാർട്ട്. ഗോ ഫോർ അറ്റാക്ക്. ഈ ഗോ അറ്റാക്ക് ചോദിച്ചെങ്ങനെയാണ്? വെൻറ്റ് ഫോർ അറ്റാക്ക്ഡ്. ഈ ഗോ ഫോറിൻ്റെ പാസ്റ്റൻസ് ആണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്, ഡിഗ്രി ലെവൽ. വെൻറ്റ് ഫോർ അറ്റാക്ക്ഡ്, ഗോ ഫോർ അറ്റാക്ക്, വെൻറ്റ് ഫോർ അറ്റാക്ക്ഡ്. ടേക്ക് ആഫ്റ്റർ റിസംബിൾ, RESEMBL, റിസംബിൾ, സാദൃശ്യമുള്ള. ഗോ ഓഫ് എക്സ്പ്ലോഡ്, EXPLOD, എക്സ്പ്ലോഡ്. ഈ ഗോ ഓഫ് പരീക്ഷയ്ക്ക് ചോദിച്ചത് വെൻറ്റ് ഓഫ്, OFF. അപ്പോൾ എക്സ്പ്ലോഡഡ്. അപ്പോൾ ഫാൾ ഔട്ട് കോറൽ, സെറ്റ് ഔട്ട് സ്റ്റാർട്ട്, ഗോ ഫോർ അറ്റാക്ക്, മേക്ക് വുഡ് കോമ്പൻസേറ്റ്, ടേക്ക് ആഫ്റ്റർ റിസംബിൾ, ഗോ ഓഫ് എക്സ്പ്ലോഡ്, വെൻറ്റ് ഓഫ് എക്സ്പ്ലോഡഡ്. ഫാൾ ഔട്ട് കോറൽ, ഫെൽ ഔട്ട് കോറൽഡ്, കോറൽഡ്. അങ്ങനെ ഒരു ചെറിയൊരു വ്യത്യാസം ഇതിനകത്ത് വരാം. 2-3 എണ്ണം കൂടെ നോക്കാം. അടുത്തത് TURN, ടേൺ ഡൗൺ. ടേൺ ഡൗൺ. സൂരജ് പറയൂ. റിജക്റ്റ്, REJECT. ടേൺ ഡൗൺ, റിജക്റ്റ്. അടുത്ത് പുട്ട് അക്രോസ്, കമ്മ്യൂണിക്കേറ്റ്. പുട്ട് അക്രോസ്, ACROSS, പുട്ട് അക്രോസ്, കമ്മ്യൂണിക്കേറ്റ്, ആശയവിനിമയം നടത്തുക. പുട്ട് അക്രോസ്, ആശയവിനിമയം നടത്തുക. ഗിവ് ഇൻ, സറണ്ടർ. ഗിവ് ഇൻ, സറണ്ടർ, അല്ലെങ്കിൽ ഈൽഡ്, YIELD, ഈൽഡ്. ഗിവ് ഇൻ, സറണ്ടർ, കീഴടങ്ങുക. ഈൽഡ്. ഇത്രയുമാണ് ഇന്ന് ആമുഖമായിട്ട് പറയുവാനുള്ളത്. ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, ഇതുവരെ റിവിഷനായിരുന്നു. ഇനിയിപ്പോൾ ചെയ്യാൻ പോണത് 124/2021, 28/11/2021, 28/11. അപ്പോൾ PSC നടത്തിയ ഏറ്റവും അവസാനത്തെ പരീക്ഷ. കഴിഞ്ഞാൽ ലാസ്റ്റ് ഗ്രേഡ് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അടുത്ത ദിവസം നടത്തിയ ഒരു പരീക്ഷയാണ് 124/2021. ഇത് തമിഴ് മലയാള കുട്ടികൾക്ക് വേണ്ടി നടത്തിയതാണ്. അതിൽ 20 ഇംഗ്ലീഷാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൻ്റെ സയൻസ് ഇന്നലെ നോക്കി തുടങ്ങി. ചുരുക്കി പറഞ്ഞാൽ സകല ക്വസ്റ്റ്യൻ പേപ്പർ ഞങ്ങൾ നോക്കും. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ആരെങ്കിലും നോക്കും? നിങ്ങൾ പറയൂ. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ആരും നോക്കില്ല. ഇതിൻ്റെ പകുതി തമിഴാണ്. ആ തമിഴിൻ്റെ ബാക്കി വിട്ടിട്ട് ഞങ്ങൾ ബാക്കി എടുത്തു. അപ്പോൾ പരീക്ഷ PSC നടത്തിയ ഏറ്റവും അവസാനത്തെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കുകയാണ്. ഡിയർ ഫ്രണ്ട്സ്, ആദ്യത്തെ ക്വസ്റ്റ്യൻ 1. ABDUCT, അബ്ഡക്റ്റ്. അബ്ഡക്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥമാണ്, സിനോണിയമാണ് എഴുതേണ്ടത്. ഞാൻ അബ്ഡക്റ്റിൻ്റെ അർത്ഥം ആദ്യമേ പറയാം. അബ്ഡക്റ്റ് ഞാൻ ഈ മലയാളത്തിൽ എഴുതുന്നത് എന്തിനാണെന്ന് വെച്ചാൽ തട്ടിക്കൊണ്ട് പോവുക. അബ്ഡക്റ്റ്, തട്ടിക്കൊണ്ട് പോവുക, അബ്ഡക്റ്റ് ചെയ്യുക. അപ്പോൾ ഈ അർത്ഥം അറിയാമെങ്കിലേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ദ സിനോണിയം ഓഫ് ദ വേർഡ് അബ്ഡക്റ്റ്, അതിൽ ഓപ്ഷൻസ് എഴുതാം. A, അക്സെപ്റ്റ്, ACCEPT, അക്സെപ്റ്റ്. അടുത്ത ക്യാൻസൽ, CANCEL, ക്യാൻസൽ. KID, കിഡ്നാപ്പ്. അടുത്ത ഇൻട്രൊഡ്യൂസ്, INTRODUCE, ഇൻട്രൊഡ്യൂസ്. ABCD, ഇതിലൊരെണ്ണം ശരി. അബ്ഡക്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം സിനോണിയമാണ്. അബ്ഡക്റ്റ് തട്ടിക്കൊണ്ടു പോവുക. സൂരജ് ഏത് പറയാം? കിഡ്നാപ്പ്. കിഡ്നാപ്പ് ചെയ്യുക, അത് നമ്മൾ പണ്ടേ കേട്ടിട്ടുണ്ട്. ഈ അബ്ഡക്റ്റിൻ്റെ അതേ അർത്ഥമാണ് കിഡ്നാപ്പ്, തട്ടിക്കൊണ്ടു പോവുക. അക്സെപ്റ്റ്, സ്വീകരിക്കുക. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് റിജക്റ്റ്. എല്ലായിടത്തും പിടിച്ചോളണം. അക്സെപ്റ്റ്, നൗൺ ഫോം അക്സെപ്റ്റൻസ്. അക്സെപ്റ്റൻസ്
റിജക്റ്റ്, റിജക്ഷൻ, ഇതൊക്കെ പഠിച്ചോളണം. അക്സെപ്റ്റ്, അക്സെപ്റ്റഡ്, അക്സെപ്റ്റഡ്, റിജക്റ്റ്, റിജക്റ്റഡ്, റിജക്റ്റഡ്. കണ്ട, രണ്ട് പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിളും കിട്ടിയില്ലേ? അടുത്ത് ക്യാൻസൽ. ക്യാൻസലിൻ്റെത് കാൾ ഓഫ്, OFF, കാൾ ഓഫ്, ക്യാൻസൽ, അവസാനിപ്പിക്കുക. കിഡ്നാപ്പ്, തട്ടിക്കൊണ്ട് പോവുക. ഇൻട്രൊഡ്യൂസ്, ഏർപ്പെടുത്തുക, ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇൻട്രൊഡ്യൂസിൻ്റെ നൗൺ ഫോമാണ് ഇൻട്രൊഡക്ഷൻ. ഇൻട്രൊഡക്ഷൻ്റെ ഓപ്പോസിറ്റാണ് കൺക്ലൂഷൻ. ഇൻട്രൊഡക്ടറി പാർട്ട്, കൺക്ലൂഡിങ് പാർട്ട്. ഇങ്ങനെ തിരിച്ച് മറിച്ച് നോക്കിയാൽ എൻ്റെ കുട്ടികൾക്ക് ജോലി കിട്ടും. നിങ്ങൾ ഇതങ്ങ് വിട്ടിട്ട് പോകരുത്, എല്ലാത്തിലും കയറി പിടിക്കണം. അപ്പോൾ നമുക്കിവിടെ ഇൻട്രൊഡ്യൂസ് എന്നൊരു വാക്ക് കിട്ടി. ഉടനെ മനസ്സിൽ വിചാരിച്ചു ഇൻട്രൊഡ്യൂസിൻ്റെ നൗൺ ഫോം ഇൻട്രൊഡക്ഷൻ. അതുപോലെ ഡ്രാഫ്റ്റ് എന്ന വാക്കിൻ്റെ അതേ അർത്ഥമാണ് ഔട്ട്ലൈൻ. ഡ്രാഫ്റ്റ്, ഔട്ട്ലൈൻ, ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അപ്പോൾ 124/2021 20 ക്വസ്റ്റ്യനിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ദ സിനോണിയം SYNONYM സിനോണിയം ഓഫ് ദ വേർഡ് അബ്ഡക്റ്റ്. അബ്ഡക്റ്റിൻ്റെ അതേ അർത്ഥമാണ് കിഡ്നാപ്പ്. ഡ്രാഫ്റ്റ് അതേ അർത്ഥമാണ് ഔട്ട്ലൈൻ. ഡ്രാഫ്റ്റ് എഴുതുക, ഔട്ട്ലൈൻ എഴുതുക. അതുപോലെ തന്നെ പണ്ട് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കാം, കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഇതാ. എല്ലാവരും ബോർഡിലേക്ക് വരൂ. അബ്ഡക്റ്റ് തട്ടിക്കൊണ്ട് പോവുക, കിഡ്നാപ്പ് ചെയ്യുക. അതാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. ലാസ്റ്റ് പരീക്ഷയ്ക്ക് ചോദിച്ചതാണെന്ന് എല്ലാവരും മനസ്സിലാക്കണം. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും അത്ര പെട്ടെന്ന് ആർക്കും പിന്നീട് കളക്ട് ചെയ്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവർക്കും പറ്റാതിരിക്കില്ല. പക്ഷേ എനിക്ക് എൻ്റെ കുട്ടികൾക്ക് ജയിച്ചേ പറ്റുള്ളൂ. അവരെൻ്റെ കൂടെ ഉറച്ചു നിൽക്കുന്നവരാണ്. അവർ ജയിച്ചിരിക്കണം. അടുത്തത് SEIZD, സീസ്. സീസ് പിടിക്കുക. സീസിൻ്റെ അർത്ഥമാണ് ക്യാച്ച്, CATCH, ക്യാച്ച്. ഇത് കഴിഞ്ഞ പരീക്ഷയ്ക്ക് മുമ്പ് ഞാൻ പറഞ്ഞു തന്നു. CAC, സീസ്, അവസാനിപ്പിക്കുക, സ്റ്റോപ്പ്. ഇത് രണ്ടും ഞാൻ പറഞ്ഞു തന്നു. അത് അതിൻ്റെ അടുത്ത പരീക്ഷയ്ക്ക് എന്നെ ചോദിക്കുകയും ചെയ്തു. സീസ് പിടിക്കുക, സീസിന് പിടിച്ചു. സീസ് അവസാനിപ്പിക്കുക എന്നുള്ള CAC, സീസ് അവസാനിപ്പിക്കുക, സ്റ്റോപ്പ്. സീസ് ഫയർ, വെടിനിർത്തുക. ദേ സീസ്ഡ് വർക്ക് അറ്റ് 4 o'clock. അവർ 4 മണിക്ക് ജോലി അവസാനിപ്പിച്ചു. സീസ്, CEAC, സീസ്, സ്റ്റോപ്പ്. SEIZD, സീസ്, ക്യാച്ച്. ഇതും ഞാൻ നിങ്ങൾക്ക് ഈ നേരത്തെയുള്ള ക്ലാസ്സുകളിൽ പറഞ്ഞു തന്നതാണ്. അത് നിങ്ങൾക്ക് ഓർമ്മ കാണുമെന്നാണ് എൻ്റെ ധാരണ. 124/2021 എന്നുള്ള ക്വസ്റ്റ്യൻ ലേറ്റസ്റ്റ് ആണ്. ലേറ്റസ്റ്റ് അറൈവൽ അതാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ലെസൺ ഇംഗ്ലീഷിലെ 44 നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതിനകത്ത് 20 ക്വസ്റ്റ്യൻസാണുള്ളത്. അതിൽ 80 മുതലാണ് ക്വസ്റ്റ്യൻ തുടങ്ങുന്നത് തന്നെ. ക്വസ്റ്റ്യൻ തുടങ്ങുന്നത് 81 മുതലാണ് ക്വസ്റ്റ്യൻ തുടങ്ങുന്നത്. അതിൽ 81ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു അബ്ഡക്റ്റ് എന്ന വാക്കിൻ്റെ അതേ അർത്ഥമാണ് കിഡ്നാപ്പ്. അടുത്ത 82ാമത്തെ ക്വസ്റ്റ്യൻ. അങ്ങനെ 100 എണ്ണം ഉണ്ട്. ഇഫ് ഹി ഡാഷ് എ ലിറ്റിൽ ഫ്രീഡം ഹി വുഡ് മിസ്യൂസ് ഇറ്റ്. ഈസ് ഗിവൺ, വാസ് ഗിവൺ, ഹാഡ് ഗിവൺ, അടുത്തത് ഹാസ് ഗിവൺ. ഇതിൽ ഒരെണ്ണമാണ് ശരി. എത്ര പേർക്ക് ഉത്തരം എഴുതാൻ പറ്റുന്നുണ്ട്? എല്ലാവരും ഉത്തരം എഴുതി നോക്കൂ. ലേറ്റസ്റ്റ് പരീക്ഷയാണ്. ഇഫ് ഹി ഡാഷ് എ ലിറ്റിൽ ഫ്രീഡം ഹി വുഡ്, ഇവിടെ വുഡ് കിടപ്പുണ്ട്. ഹി വുഡ് മിസ്യൂസ് ഇറ്റ്. അവന് അല്പം സ്വാതന്ത്ര്യം കൊടുക്കുകയാണെങ്കിൽ അവൻ മിസ്യൂസ് ചെയ്യും. ശരി. നമുക്ക് ഈസ് ഗിവൺ, ഈസ് ഗിവൺ ഒരിക്കലും വരില്ല. ഇത് ഇവിടെ വുഡ് കിടക്കുകയാണ്. അപ്പോൾ ഹാർഡും ഹാസും വരില്ല. അപ്പോൾ ഹി വാസ് ഗിവൺ. ഉത്തരം ഹി വാസ് ഗിവൺ. ഇതാണ് ഉത്തരം. ഹി വാസ് ഗിവൺ എ ലിറ്റിൽ ഫ്രീഡം. അവനൊരു അല്പ സ്വാതന്ത്ര്യം പിന്നീട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവനത് മിസ്യൂസ് ചെയ്യും. ഹി വാസ് ഗിവൺ. ഇഫ് ഹി വാസ് ഗിവൺ എ ലിറ്റിൽ ഫ്രീഡം. ഫ്രീഡം എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റാണ് സ്ലേവറി. ഫ്രീഡം, സ്ലേവറി. ഇറ്റ് ഏകവചനം. ഇറ്റ് ഈസ് എന്നേ പറയുള്ളൂ. അപ്പോൾ ഇഫ് ഹി വാസ് ഗിവൺ എ ലിറ്റിൽ ഫ്രീഡം ഹി വുഡ് മിസ്യൂസ് ഇറ്റ്. ഹി വുഡ് മിസ്യൂസ് ഇറ്റ് ഇഫ് ഹി വാസ് ഗിവൺ. ഒരല്പ സ്വാതന്ത്ര്യം അവന് കൊടുക്കുകയാണെങ്കിൽ അവനത് മിസ്യൂസ് ചെയ്യും. അടുത്തത് 83. രാജു യൂസ്ഡ് ഇറ്റ് ടു ഡ്രിങ്ക് ഡാഷ് 8 liters. ഈ 8 liters കിട്ടിയോണ്ട് ഉത്തരം കിട്ടി. 8 liters ഓഫ് വാട്ടർ ഡെയിലി. 8 liters നമുക്ക് എണ്ണാൻ പറ്റുന്നതാണ്. 1 ലിറ്റർ, 2 ലിറ്റർ, 3 ലിറ്റർ, 4 ലിറ്റർ. ആസ് മച്ച് ആസ് എണ്ണാൻ പറ്റാത്തത്. പിന്നെ നമുക്ക് നോക്കാം ആസ് ഫ്യൂ ആസ്, ആസ് ലിറ്റിൽ ആസ്. ഇതും എണ്ണാൻ പറ്റില്ല, ഇതും ചേരൂല. പിന്നെ ചേരുന്ന ഏതാണ്? ആസ് മെനി ആസ്. ഉത്തരം ആസ് മെനി ആസ്. രാജു യൂസ്ഡ് ഇറ്റ് ടു ഡ്രിങ്ക് ആസ് മെനി ആസ് 8 liters ഓഫ് വാട്ടർ ഡെയിലി. യൂസ്ഡ് ഇറ്റ് ടു ഡ്രിങ്ക് പതിവായി കുടിക്കുന്നു. രാജു യൂസ്ഡ് ഇറ്റ് ടു ഡ്രിങ്ക് ആസ് മെനി ആസ് 8 liters. ഈ 8 liters വന്ന് നമുക്ക് അത് കണക്കാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ആസ് മെനി ആസ് എന്ന് വരാനുള്ള കാരണം. മച്ച് വാട്ടർ, മച്ച് വാട്ടർ.
നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ 3 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അബ്ഡക്റ്റിൻ്റെ അർത്ഥമാണ് കിഡ്നാപ്പ്. ഇഫ് ഹി വാസ് ഗിവൺ എ ലിറ്റിൽ ഫ്രീഡം ഹി വുഡ് മിസ്യൂസ് ഇറ്റ്. അപ്പോൾ ഹി വാസ് ഗിവൺ ആണ് ഉത്തരം. രാജു യൂസ്ഡ് ടു ഡ്രിങ്ക് ആസ് മെനി ആസ് 8 liters ഓഫ് വാട്ടർ ഡെയിലി. അങ്ങനെ 83ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നമുക്ക് 84ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 84 വൺ വേർഡാണ്. വേർഡ്സ് റിട്ടൺ ഓൺ എ ടോംബ്. ടോംബ് ശവകുടീരം. ഈ ശവകുടീരത്തിലൊക്കെ എഴുതിയിരിക്കുന്ന ആ എഴുത്തിന് പറയുന്ന പേരെന്താണ്, അല്ലെങ്കിൽ ശവകുടീരത്തിൽ എഴുതുന്നതിന് പറയുന്ന പേരെന്താണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഉത്തരം, അതായത് സ്മരണക്കുറിപ്പ്, ഉത്തരം എപ്പിറ്റാഫ് എന്നാണ്. ഇതിൻ്റെ ഉത്തരം EPITAPH എപ്പിറ്റാഫ്. എപ്പിറ്റാഫ് എന്ന് പറഞ്ഞാൽ വേർഡ്സ് റിട്ടൺ ഓൺ എ ടോംബ്, എ പീരീഡ് ഓഫ് 100 years, സെഞ്ചുറി, എ പീരീഡ് ഓഫ് 1000 years, മില്ലേനിയം, എ പേഴ്സൺ ഓഫ് ലോങ് എക്സ്പീരിയൻസ്, വെറ്ററൻ. ഇങ്ങനെ നമ്മൾ ഒരുപാടെണ്ണം പഠിച്ചിട്ടുണ്ട്. വൺ ഹു വാക്സ് അലോങ് ദ സ്ട്രീറ്റ്, പെഡസ്ട്രിയൻ, റിക്കവറിങ് ഫ്രം ഇൽനെസ്, കോൺവാലസെൻറ്റ്. അപ്പോൾ വേർഡ്സ് റിട്ടൺ ഓൺ എ ടോംബ്, ആ ഓണൊക്കെ ശ്രദ്ധിച്ചോളണം. ഓൺ എ ടോംബ്, ടോംബ് ശവകുടീരം, എപ്പിറ്റാഫ്. അടുത്ത് ഫിറ്റ് ആസ് എ ഫിഡിൽ. ഫിറ്റ് ആസ് എ ഫിഡിലിൻ്റെ മലയാളം നമുക്ക് ആദ്യം നോക്കാം. നല്ല ആരോഗ്യനിലയിലുള്ള. ഇതിൻ്റെ മലയാളം ആദ്യം ഞാൻ പറയാം. നിങ്ങളുടെ മലയാളം എഴുതണം. നല്ല ആരോഗ്യ നിലയിലുള്ള. കാണാമോ? നിലയിലുള്ള, അല്ലെങ്കിൽ നല്ല ഉത്സാഹമുള്ള. ഫിറ്റ് ആസ് എ ഫിഡിൽ, നല്ല ഉത്സാഹമുള്ള. ഫിറ്റ് ആസ് എ ഫിഡിൽ. ഇന്ന് തന്നെ പഠിച്ചോളണം, അല്ലെങ്കിൽ ചുവരിൽ എഴുതിയിടണം. ഫിറ്റ് ആസ് എ ഫിഡിൽ, ഒരു ഫിഡിൽ പോലെ. ഫിഡിൽ ഒരു വാദ്യോപകരണമാണ്. ഒരു ഫിഡിൽ പോലെ ഫിറ്റ് എന്ന് പറയാൻ നല്ല ആരോഗ്യമുള്ള, അല്ലെങ്കിൽ നല്ല ഉത്സാഹമുള്ള എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ ഇംഗ്ലീഷ് അർത്ഥമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബീയിങ് ഇൻ ഗുഡ് ഹെൽത്ത്. ഇതാണ് ഓപ്ഷൻ. ബീയിങ് ഇൻ ഗുഡ് ഹെൽത്ത്, HEALTH, ഹെൽത്ത്. ഹെൽത്തി ബോഡിയൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഹെൽത്ത് ബോഡി എന്ന് പറയില്ല, ഹെൽത്തി ബോഡി. അപ്പോൾ ഫിറ്റ് ആസ് എ ഫിഡിലിൻ്റെ അർത്ഥം ബീയിങ് ഇൻ ഗുഡ് ഹെൽത്ത്. ഫിറ്റ് ആസ് എ ഫിഡിൽ. അപ്പോൾ ഈച്ച് സ്റ്റുഡൻസ്, ഈച്ച് എന്ന് വെച്ചാൽ ഒന്ന്. ഈച്ച് സ്റ്റുഡൻറ്റ്, ഈച്ച് എവരിയൊക്കെ വന്നാൽ ഒന്നാണ്. ഈച്ച് സ്റ്റുഡൻസ് വന്നാൽ ഒന്നായതുകൊണ്ട് ഇവിടെ വാസ് വേറുമാണ്. അപ്പോൾ ഈച്ച് സ്റ്റുഡൻറ്റ് വാസ് ഗിവൺ എ ഗിഫ്റ്റ്. ഈച്ച് സ്റ്റുഡൻസ്, എവരി സ്റ്റുഡൻസ്. അടുത്തത് 87ാമത്തെ ക്വസ്റ്റ്യൻ, ഓൺ ആൻഡ് ഇൻ റൺ. ഇതിൽ കൺജങ്ഷൻ ഏതാണ്? വാക്കുകളെ തമ്മിൽ യോജിപ്പിക്കുന്നതാണ്, സെൻറ്റൻസുകളെ തമ്മിൽ യോജിപ്പിക്കുന്നതാണ് കൺജങ്ഷൻ. രാമ ആൻഡ് കൃഷ്ണ, ആൻഡ് കൺജങ്ഷനാണ്. ഓൺ ആൻഡ് ഇൻ റൺ. അപ്പോൾ നമുക്ക് ഓൺ നോക്കാം. ഓൺ പ്രിപ്പോസിഷനാണ്. കൺഗ്രാജുലേറ്റ് ഓൺ. ആൻഡ് രണ്ടും കൂടെ ചേർക്കുക. രാമ ആൻഡ് കൃഷ്ണ. ബ്രെഡ് ആൻഡ് ബട്ടർ. കണ്ട, ബ്രെഡ് ആൻഡ് ബട്ടർ. അപ്പോൾ ഇതാണ് കൺജങ്ഷൻ. 87ാമത്തെ ക്വസ്റ്റ്യനിൽ ഈ 4 എണ്ണത്തിൽ ABCD ആണ്. ഇൻ പ്രപ്പോസിഷനാണ്. റൺ, ഓടുക. റൺ അത് വെർബാണ്. റൺ, റാൻ, റൺ വെർബാണ്. പാസ്റ്റ് റാൻ ആണ്. നൗൺ ഫോം ആണ് റണ്ണിങ്. റണ്ണിങ് ഈസ് എ ഗുഡ് എക്സർസൈസ്, നൗൺ ഫോം ആണ്. സ്വിമ്മിങ് ഈസ് എ ഗുഡ് എക്സർസൈസ്, PSCക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ 87ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം കൺജങ്ഷൻ കണ്ടുപിടിക്കാനാണ് 4 എണ്ണത്തിൽ. അത് ആൻഡ് ആണ്. നോട്ട് ഓൺലി ബട്ട് ആൾസോ, ഐദർ ഓർ. ഓർമ്മയുണ്ടോ? ഐദർ ഓർ, നോട്ട് ഓൺലി ബട്ട് ആൾസോ, ഇതൊക്കെ കൺജങ്ഷൻ ആണെന്ന് എൻ്റെ കുട്ടികൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ 124/2021 20 ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ 88ാമത്തെ ക്വസ്റ്റ്യൻ റിപ്രോച്ച് എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റാണ്. റിപ്രോച്ച് എന്ന് വെച്ചാൽ ശകാരിക്കുക. ഇവിടെ ശകാരിക്കുക അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുക, റെബ്യൂക്ക് ചെയ്യുക. റിപ്രോച്ച്, ശകാരിക്കുക എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റാണ് കൊടുത്തിട്ടുള്ളത്. ശകാരിക്കുക എന്നുള്ളതിൻ്റെ റിപ്രോച്ചിൻ്റെ ഓപ്പോസിറ്റ് അപ്രോച്ച്, റെബ്യൂക്ക്, ക്രിട്ടിസൈസ്, പ്രൈസ്. അപ്പോൾ ശകാരിക്കുക ഇതിൻ്റെ ഓപ്പോസിറ്റ് പ്രൈസ്, പുകഴ്ത്തുക. PRAISE, പ്രൈസ്. ഓപ്ഷനിൽ പ്രൈസാണ് നിങ്ങൾ എഴുതേണ്ടത്. PRAISE, പ്രൈസ്. എന്നാൽ ഇതിനകത്ത് അപ്രോച്ച് സമീപിക്കുക, അപ്രോച്ച് ചെയ്യുക. റെബ്യൂക്ക്, REBUKE, റെബ്യൂക്ക്, ശകാരിക്കുക, റെബ്യൂക്ക് ചെയ്യുക. ഡോണ്ട് റെബ്യൂക്ക് ഹിം, അവനെ ശകാരിക്കരുത്. ക്രിട്ടിസൈസ്, വിമർശിക്കുക. ക്രിറ്റിസിസം, വിമർശനം, ക്രിട്ടിസൈസ്. അപ്പോൾ ഇതിനകത്തുള്ളതിൽ പ്രൈസാണ് ശരി. ഇനി നമുക്കിവിടെ ചിലത് എഴുതിയിട്ടിട്ടുണ്ട്. ഫോർച്യൂൺ എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റാണ് മിസ് ഫോർച്യൂൺ. ഇത് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളതല്ല. FORTUNE, അതെൻ്റെ സുഹൃത്തുക്കൾക്ക് എഴുതിയടിച്ച് പഠിക്കാനാണ്. പേയ്മെൻറ്റ്, റെസീപ്റ്റ്, RECIPT, റെസിപ്റ്റ്.
ഇല്ലിസിറ്റ് ലീഗൽ, നിയമപരമായിട്ടുള്ളത്. പ്യുവർ അഡൾട്രേറ്റഡ്, ADULTERATED, അഡൾട്രേറ്റഡ്, പ്യുവർ അഡൾട്രേറ്റഡ് മായം ചേർത്തിട്ടുള്ള, ADULTERATED, അഡൾട്രേറ്റഡ്. അടുത്തത് സീസ്, അവസാനിപ്പിക്കുക, ഓപ്പോസിറ്റ് ബിഗിൻ, BGIN, ബിഗിൻ. സീസ് അവസാനിപ്പിക്കുക, ബിഗിൻ ആരംഭിക്കുക, സീസ് ഫയർ, വെടിനിർത്തുക. അടുത്ത 89ാമത്തെ, അപ്പോൾ ഒരിക്കൽ കൂടി, റിപ്രോച്ച് ഓപ്പോസിറ്റ് പ്രൈസ്, ഫോർച്യൂൺ മിസ്ഫോർച്യൂൺ, പേയ്മെൻറ്റ് റിസീറ്റ് RECEIPT, ഇല്ലിസിറ്റ് ലീഗൽ, പ്യുവർ അഡൾട്രേറ്റഡ്, സീസ് അവസാനിപ്പിക്കുക, ബിഗിൻ ആരംഭിക്കുക, സീസ് ബിഗിൻ ആരംഭിക്കുക. അടുത്തത് 89ാമത്തെ ക്വസ്റ്റ്യൻ, ഉത്തർപ്രദേശ്, UP. ഉത്തർപ്രദേശ് ഈസ് ഡാഷ് മോസ്റ്റ് പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. ഉത്തർപ്രദേശ് ഈസ് ഡാഷ് മോസ്റ്റ് പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. എ ഉണ്ട്, ആനുണ്ട്, ദി ഉണ്ട്, ആനുണ്ട്. ഉത്തർപ്രദേശ് ഈസ് ഡാഷ് മോസ്റ്റ് പോപ്പുലേറ്റഡ്, ദ മോസ്റ്റ് പോപ്പുലേറ്റഡ്, ദ ആണ് ഉത്തരം, ദ മോസ്റ്റ് പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. ഉത്തർപ്രദേശ് ഈസ് ദ മോസ്റ്റ് പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. അപ്പോൾ നമ്മൾ 89 കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് 90ലേക്ക് പോകാം. 90ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഡോക്ടർ സജസ്റ്റഡ് ഡാഷ് 2 hours ഡെയിലി. 2 വാക്കുണ്ട്, വാക്കിംഗ് ഉണ്ട്. ദ ഡോക്ടർ സജസ്റ്റഡ് ഡാഷ് 2 hours ഡെയിലി. 2 വാക്കാണോ വാക്കിംഗ് ആണോ? ഇവിടെ സജസ്റ്റഡ് ഒരു വെർബ് കിടപ്പുണ്ട്, അടുത്ത വെർബ് സാധാരണഗതിയിൽ ING ആയിരിക്കും. അപ്പോൾ ദ ഡോക്ടർ സജസ്റ്റഡ് വാക്കിംഗ് ആണ് ശരി. സജസ്റ്റഡ് വാക്കിംഗ്, ദ ഡോക്ടർ സജസ്റ്റഡ് വാക്കിംഗ്, സജഷൻ നോൺ ഫോം, സജസ്റ്റിൻ്റെ. ദ ഡോക്ടർ സജസ്റ്റഡ് വാക്കിംഗ് 2 hours ഡെയിലി. അടുത്തത് ഇതിലെല്ലായിടത്തും നോക്കിക്കൊണ്ട് ഈ വാക്ക് ഷൗഫർ എന്നാണ്. ഷൗഫർ ഉച്ചാരണം മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, നാട്ടുമ്പുറത്തെ കുട്ടികൾക്ക് വേണ്ടി ഉച്ചാരണം എഴുതിയിട്ടിട്ടുണ്ട്. ഷൗഫർ അതാണ്ട് CHAUFFEUR, ഷൗഫർ. ആദ്യം ഈ എൻ്റെ നാട്ടുമ്പുറത്തുള്ള കുട്ടികൾ ഈ ഷൗഫർ എന്ന് മലയാളത്തിൽ എഴുതിയെടുക്കണം. പിന്നെ സ്പെല്ലിംഗ് CHAUFFEUR, ഷൗഫർ. ഷൗഫർ എന്ന് പറഞ്ഞ് വേറെ ഒന്നുമില്ല എൻ്റെ കൂട്ടുകാരെ. ഇതിൻ്റെ അർത്ഥം ഡ്രൈവർ എന്നാണ്, ഡ്രൈവർ. ഷൗഫറിൻ്റെ അർത്ഥം എന്താണ്? ഡ്രൈവർ. അപ്പോൾ ഇനി നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചത് എങ്ങനെയാണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 91. നോക്കൂ, പിക്ക് ഔട്ട് ദ വേർഡ് വിച്ച് മീൻസ് എ പേഴ്സൺ എംപ്ലോയിഡ് ടു ഡ്രൈവ് എ പ്രൈവറ്റ് ഓർ ഹയേർഡ് കാർ. എ പേഴ്സൺ എംപ്ലോയിഡ് ടു ഡ്രൈവ് എ പ്രൈവറ്റ് ഓർ ഹയേർഡ് കാർ. അങ്ങനെ ഏർപ്പെടുത്തിയിട്ടുള്ള ആളിന് പറയുന്ന പേരാണ് ഷൗഫർ, എന്ന് വെച്ചാൽ ഡ്രൈവർ. ആ ഷൗഫറിൻ്റെ സ്പെല്ലിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ്. CHAUFFEUR, ഷൗഫർ മീൻസ് ഡ്രൈവർ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ടിറ്റ് ഫോർ ടാറ്റ്. അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ് ഇതിൻ്റെ മലയാളം. ഇതിൻ്റെ മലയാളം എഴുതാനാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്. 4 മലയാളം കൊടുത്തിട്ടുണ്ട്. ആ മലയാളത്തിൽ ഇതിൻ്റെ അർത്ഥം ഉരുളക്കുപ്പേരി. ഉരുളക്ക് ഉപ്പേരി, ടിറ്റ് ഫോർ ടാറ്റ്. ഉരുളക്ക് ഉപ്പേരി പോലെ മറുപടി കൊടുത്തു. ടിറ്റ് ഫോർ ടാറ്റ്, TAT, ടിറ്റ് ഫോർ ടാറ്റ്, ഉരുളക്കുപ്പേരി. അതിൻ്റെ മലയാളം അർത്ഥമാണ് കൊടുത്തിരിക്കുന്നത്. അടുത്തത് LOAF, ലോഫ്. റൊട്ടിയുടെ ഒരു കഷ്ണത്തിനാണ് ലോഫ് എന്ന് പറയുന്നത്. അതിൻ്റെ ബഹുവചനം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ബഹുവചനം LOAVES, ലോവ്സ്, ലോഫ്, ലോവ്സ്, വൈഫ്, വൈവ്സ്, നൈഫ്, നൈവ്സ്, ലീഫ്, ലീവ്സ്. എന്നാൽ സ്റ്റേഡിയം, അതിൻ്റെ ബഹുവചനം സ്റ്റേഡിയ. പണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, സ്റ്റേഡിയം, സ്റ്റേഡിയ. തീഫ്, കള്ളൻ, തീവ്സ്, THIEVS, തീവ്സ്. ഓക്സ്, ഓക്സൻ, ഓർമ്മയുണ്ടോ? ഓക്സ്, ഓക്സൻ. ക്രൈറ്റീരിയൻ, അതിൻ്റെ ബഹുവചനം ക്രൈറ്റീരിയ, ക്രൈറ്റീരിയൻ, ബഹുവചനം ക്രൈറ്റീരിയ. ഇപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചാണ്. സിലബസ്, അതിൻ്റെ ബഹുവചനം സിലബി അല്ലെങ്കിൽ സിലബസസ് എന്ന് പറയാം. സിലബി, SYLLABI, സിലബി. കാഫ്, കൗവൻ, കാഫ്, കാഫ്, കാൾസ്, CALVES, CALF, ബഹുവചനം CALVES, കാൾസ്. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അടുത്ത നമുക്ക് 94ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. പാസീവ് വോയിസ് ആണ്. 94 പാസീവ് വോയിസ് ആണ്. പാസീവ് വോയിസ് ആയ എന്ത് ചെയ്യും എൻ്റെ സുഹൃത്തുക്കൾ? ദ പ്രിൻസിപ്പൽ ഗേവ് ഇൻസ്ട്രക്ഷൻസ് ടു ദി ടീച്ചേഴ്സ്. അപ്പം ഞാൻ നോക്കുകയാണ്, ഇവിടെ ഇതിലെ കർമ്മം എന്ന് പറയുന്നത് ദ ടീച്ചേഴ്സാണ്. അപ്പോൾ നമുക്ക് ഓബ്ജക്റ്റ് കിട്ടി, ഓബ്ജക്റ്റ് കർമ്മം. അപ്പോൾ ദ പ്രിൻസിപ്പലിൻ്റെ അടുത്ത് നമുക്ക്
ദ ടീച്ചേഴ്സിനെ കൊണ്ടുവരണം. ഇനി അടുത്തുള്ള നിയമങ്ങൾ ഞാൻ നോക്കുകയാണ്, എല്ലാവരും നോക്കിക്കോളൂ. ഗേവ് ഉടനെ ഞാൻ ബോർഡിൽ എഴുതി നോക്കി. ഗീവ്, ഗേവ്, ഗിവൺ രണ്ടാമത്തെ വരി. അപ്പോൾ ഇതിൽ ഉത്തരം വാസ് ഗിവൺ എന്ന് വരാം, അല്ലെങ്കിൽ വെയർ ഗിവൺ എന്ന് വരാം. മനസ്സിലാവുന്നുണ്ടോ? വെയർ ഗിവൺ. ഇത് രണ്ടും ഞാൻ ഗേവിൻ്റെ അടിയിൽ വരയിട്ട് എഴുതി. ഞാൻ ആദ്യം ഗേവ് എത്രാമത്തെ വരിയിലെന്നുള്ളതിന് പകരം ഞാൻ ഗീവ്, ഗേവ്, ഗിവൺ എന്ന് എഴുതി. ഗീവ്, ഗേവ്, ഗിവൺ. അപ്പോൾ ഗേവ് രണ്ടാമത്തെ വരി ആയതുകൊണ്ട് ഒന്നുകിൽ വാസ് ഗിവൺ വരാം, അല്ലെങ്കിൽ WER വേർ ഗിവൺ വരാം. ഗേവിന് വാസ് വെയർ. ഗീവിൻ്റെ മൂന്നാമത്തെ രൂപമാണ് ഗിവൺ. ഗീവ്, ഗേവ്, ഗിവൺ. അപ്പോൾ ഗിവൺ വരണം, അല്ലെങ്കിൽ വാസ് ഗിവൺ, വേർ ഗിവൺ, ഇത്രയും വരണം. എന്നിട്ട് ടീച്ചേഴ്സിനെ ഇവിടെ കൊണ്ടുവരണം, ദ പ്രിൻസിപ്പലിൻ്റെ അടുത്ത്. അപ്പം ഞാൻ കൊണ്ടുവന്നു ദ TACHERS, ടീച്ചേഴ്സ്. ഒന്നിൽ കൂടുതലുള്ളതുകൊണ്ട് ദ ടീച്ചേഴ്സ് വേർ ഗിവൺ. ദ ടീച്ചേഴ്സ് വേർ ഗിവൺ ഇൻസ്ട്രക്ഷൻസ് ബൈ ദി പ്രിൻസിപ്പൽ. ഗിവൺ ഇൻസ്ട്രക്ഷൻസ് എക്സെട്ര. അപ്പോൾ ദ ടീച്ചേഴ്സ് വേർ ഗിവൺ, ഇത്രയും അറിയാമെങ്കിൽ അപ്പോൾ തന്നെ ഉത്തരം കിട്ടി. ദ ടീച്ചേഴ്സ് വേർ ഗിവൺ ഇൻസ്ട്രക്ഷൻസ് ബൈ ദ പ്രിൻസിപ്പൽ. എല്ലാവർക്കും മനസ്സിലായി കാണും. അപ്പോൾ യഥാർത്ഥത്തിൽ ആ ഗേവ് കണ്ടപ്പോൾ തന്നെ ഉത്തരം കിട്ടി. ഗീവ്, ഗേവ്, ഗേവ് രണ്ടാമത്തെ വരി. അപ്പോൾ വാസ് ഗിവൺ അല്ലെങ്കിൽ വേർ ഗിവൺ വരണം. ഇവിടെ ടീച്ചേഴ്സ് ആദ്യം വന്നതുകൊണ്ടാണ്. ടീച്ചർ ആയിരുന്നെങ്കിൽ വാസ് ഗിവൺ, ടീച്ചേഴ്സ് വേർ ഗിവൺ. ഇതൊക്കെ എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് 1 മുതൽ 43 വരെയുള്ള ലെസൺ പുതിയ ആളുകൾ കാണണം. ഇന്നലെയൊക്കെ ലാർജ് സ്കെയിലിൽ നമ്മളെ ചാനലിൽ ആളുകൾ വന്ന് ചേർന്നിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടികൾ പഴയ ക്ലാസ്സുകൾ കാണണം. എനിക്ക് വളരെ വിഷമം തോന്നുകയാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ധാരാളം കുട്ടികൾ നമ്മുടെ ചാനലിലേക്ക് ക്ലാസ്സുകൾ കാണാനായിട്ട് വരുന്നുണ്ട്. പക്ഷേ എനിക്ക് അവരെ എങ്ങനെ സഹായിക്കാൻ പറ്റും? അതുകൊണ്ട് അവർ പഴയ ക്ലാസ്സുകൾ കാണുക. മാക്സിമം ഞാൻ പിന്നെയും ഇത് ആവർത്തിച്ച് പറഞ്ഞു തരാനുള്ള ഒരു ശ്രമം നടത്തി. എനിക്ക് പുതിയ ആളുകളും പഴയ ആളുകളും എല്ലാവരും തുല്യരാണ്. എല്ലാവർക്കും ഒരു ഉപജീവന മാർഗം ഉണ്ടാക്കാനാണ് നിങ്ങൾ ഇതിൻ്റെ പുറകെ ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മാക്സിമം സഹായം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. ശരി, അടുത്തത് ദ ടീച്ചർ ഡാഷ് മീ ആൻഡ് ഐ ഡിഡ് നോട്ട് നോ ദി ആൻസർ. ടീച്ചർ എൻ്റെ അടുത്ത് വന്നു. ദ ടീച്ചർ കാൾഡ് ഓൺ മീ. ആളിനെ സന്ദർശിക്കുക, കാൾ ഓൺ. ദ ടീച്ചർ കാൾഡ് ഓൺ മീ എന്ന് വെച്ചാൽ ടീച്ചർ എൻ്റെ അടുത്ത് വന്നു. ക്ലാസ്സിൽ നിൽക്കുന്ന ടീച്ചർ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഐ ഡോണ്ട് നോ ദി ആൻസർ. എനിക്ക് ആൻസർ അറിഞ്ഞുകൂടാ. ഐ ഡിഡ് നോട്ട് നോ ദി ആൻസർ, എനിക്ക് ആൻസർ അറിയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് കാൾഡ് ഓൺ ആണ് ശരി. ദ ടീച്ചർ കാൾഡ് ഓൺ മീ ആൻഡ് ഐ ഡിഡിൻറ്റ് നോ ദി ആൻസർ. അടുത്തത് 96ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ദ സ്റ്റഡി വാസ് ബേസ്ഡ് ഓൺ ദി, ഒന്ന് പ്രിൻസിപ്പൽ, രണ്ട് പ്രിൻസിപ്പൽ ഇന്ന് വന്നിട്ടില്ല. പ്രിൻസിപ്പൽ മുഖ്യ ആൾ. അപ്പോൾ PRINCIPAL പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് മുഖ്യ ആൾ, ചീഫ്, നമ്മുടെ കോളേജിലെ പ്രിൻസിപ്പൽ. അതേസമയം പ്രിൻസിപ്പിൾ, ആർക്കമിഡീസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന തത്വമാണ്. അപ്പോൾ ഇവിടെ ദ സ്റ്റഡി വാസ് ബേസ്ഡ് ഓൺ ദ ഡാഷ് ഓഫ് ഗ്രാവിറ്റി, പ്രിൻസിപ്പിൾ ഓഫ് ഗ്രാവിറ്റി. അപ്പോൾ പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ആരാണ്? നമ്മുടെ കോളേജിലെ പ്രിൻസിപ്പൽ. അതേസമയം ഇവിടെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് തത്വമാണ്, ആർക്കമിഡീസ് പ്രിൻസിപ്പിൾ. നമ്മൾ കേട്ടിട്ടുണ്ട്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓർമ്മയുണ്ടോ? നിർദ്ദേശക തത്വങ്ങൾ. അതേസമയം ഡയറക്റ്റീവ് പ്രിൻസിപ്പാളെന്ന് ആരും പറയില്ല. അപ്പോൾ പ്രിൻസിപ്പാൾ എന്ന് പറഞ്ഞാൽ കോളേജിലാണ്, അല്ലെങ്കിൽ മുഖ്യ. പ്രിൻസിപ്പൽ ഫുഡ് മുഖ്യമായിട്ടുള്ളത്. അതാണ് വളരെ സിമ്പിൾ ഒരു ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുള്ളത്. അത് തമ്മിലുള്ള വ്യത്യാസമാണ്, പ്രിൻസിപ്പാളും തമ്മിലുള്ള വ്യത്യാസമാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. അടുത്ത് 97ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ 96ാമത്തെ ക്വസ്റ്റ്യനിൽ ഈ പ്രിൻസിപ്പിൾ അതിൻ്റെ സ്പെല്ലിംഗ് ആണ്. അതായത് ദ സ്റ്റഡി വാസ് ബേസ്ഡ് ഓൺ ദ ഡാഷ് ഓഫ് ഗ്രാവിറ്റി. അതിൽ പ്രിൻസിപ്പാൾ അതിൻ്റെ സ്പെല്ലിംഗ് തെറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഉത്തരവെന്ന് പറയുന്നത് PRINCIPLE പ്രിൻസിപ്പിൾ അതാണ് ഉത്തരമായിരുന്നത്. സ്പെല്ലിംഗ് തെറ്റിച്ച് കൊടുത്തിരുന്നതാണ്, ശ്രദ്ധിച്ചോളാം. അടുത്തത് 97ാമത്തെ ക്വസ്റ്റ്യൻ. 97ാമത്തെ ക്വസ്റ്റ്യൻ TEETE ടേറ്റ് ആ ടേറ്റ്. ഇത് ആദ്യം എൻ്റെ മലയാളികൾ എഴുതിയെടുക്കണം. ടേറ്റ് ആ ടേറ്റ്, ഇത് എഴുതിയെടുത്തില്ലെങ്കിൽ ഇതുകൊണ്ട് ഉപയോഗമില്ല. ടേറ്റ് ആ ടേറ്റ്, ഇത് നാട്ടിൻപുറത്തുള്ളവർക്ക് വേണ്ടിയുള്ളതാണ്. അല്പസ്വല്പം പിന്നീട് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോകുന്ന എൻ്റെ സുഹൃത്തുക്കളുണ്ട്. അവർ ഇംഗ്ലീഷ് ഉച്ചാരണമൊന്നും പഠിച്ചിട്ടില്ല.
ചക്രവാണി സാറും നിങ്ങളുടെ ഗ്രൂപ്പിൽപ്പെട്ട ആളാണ്. അങ്ങനെ ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ പറയുന്നു, ടേറ്റിൻ്റെ അർത്ഥം എന്തെന്നാണ് ഇവിടെ എഴുതേണ്ടത് എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ മലയാളം ആദ്യം പറയാം. സ്വകാര്യ സംഭാഷണം. സ്വകാര്യ സംഭാഷണം അതാണ് അതിൻ്റെ അർത്ഥം. സ്വകാര്യ സംഭാഷണം. അപ്പോൾ ഇവിടെ ടേറ്റ് എന്ന് പറഞ്ഞാൽ സ്വകാര്യ സംഭാഷണം എന്നാണ് മലയാളം. അതിൻ്റെ ഇംഗ്ലീഷാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് 4 ഉത്തരം. എ പബ്ലിക് കോൺവെർസേഷൻ, എ ഫാമിലി കോൺവെർസേഷൻ, എ പ്രൈവറ്റ് കോൺവെർസേഷൻ, നൺ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം PRIVAT, പ്രൈവറ്റ് കോൺവെർസേഷൻ. കോൺവെർസേഷൻ, എ പ്രൈവറ്റ് കോൺവെർസേഷൻ. ഇതിൻ്റെ അർത്ഥം എ പ്രൈവറ്റ് കോൺവെർസേഷനാണ്. ടേറ്റ് അതിൻ്റെ അർത്ഥം എ പ്രൈവറ്റ് കോൺവെർസേഷൻ. ഈ ലെസൺ അടുത്ത ക്ലാസ് ഞാൻ എടുക്കുമ്പോൾ ഞാൻ ചോദിക്കും. അപ്പം ഞാൻ ചോദിക്കും ടേറ്റിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ നിങ്ങൾ പറയണം, സാർ ഞങ്ങൾക്കറിയാം, എ പ്രൈവറ്റ് കോൺവെർസേഷൻ. അടുത്ത 98ാമത്തെ ക്വസ്റ്റ്യൻ, റീന ഡാഷ് എ ന്യൂ ഹൗസ് ലാസ്റ്റ് വീക്ക്. ഇവിടെ ലാസ്റ്റ് വീക്ക് വന്നിട്ടുണ്ട്. ലാസ്റ്റ് വീക്ക് ബൈ ആണ് കിടക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് വീക്ക് വന്നതുകൊണ്ട് ബൈ ബോട്ട്, ബൈ വാങ്ങുന്നു. ലാസ്റ്റ് വീക്ക് വന്നതുകൊണ്ട് വെർബിൻ്റെ രണ്ടാമത്തെ വരി ബൈ ബോട്ട്, ബൈ വാങ്ങുന്നു, BOUGHT ബോട്ട്. അപ്പോൾ ഈ ലാസ്റ്റ് വീക്ക് വന്നതുകൊണ്ട് ഇവിടെ എഴുതാനുള്ളത് ബോട്ടാണ്, BOUGHT ബോട്ട്. ഈ ബോട്ടിന് മുമ്പിൽ പിന്നെ ഹാസ്, ഹാവ്, ഹാഡ്, വീസു, ആറ് ഒന്നും ചേർക്കേണ്ട ആവശ്യം ഇല്ല. റീന ബോട്ട് എ ന്യൂ ഹൗസ് ലാസ്റ്റ് വീക്ക്. ആ ലാസ്റ്റ് വീക്കിൽ നിന്നാണ് ഉത്തരം കിട്ടിയത്. ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് ഇയർ, ലാസ്റ്റ് മന്ത്, പഴയ വർഷങ്ങൾ. ഹി ഡൈഡ് എസ്റ്റർഡേ, ഹി ഹാർഡ് ഡൈഡ് എസ്റ്റർഡേ തെറ്റ്, ഹി ഡൈഡ് എസ്റ്റർഡേ വന്നുകൊണ്ട് ഡൈഡ്. ഇത് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അടുത്ത 99ാമത്തെ ക്വസ്റ്റ്യൻ, ദോ മൈ ഗ്രാൻഡ് ഫാദർ ഈസ് ഓവർ 90. 90യുടെ സ്പെല്ലിംഗ് NINETY, 90. ദോ എന്നിരിക്കലും, ദോ മൈ ഗ്രാൻഡ് ഫാദർ ഈസ് ഓവർ 90, ഹി ഡാഡ് സ്റ്റിൽ റീഡ് ആൻഡ് റൈറ്റ്. ഇപ്പോഴും അദ്ദേഹത്തിന് എഴുതാനും വായിക്കാനും കഴിയുന്നു എന്നുള്ളതിന് ഇവിടെ ക്യാനും കൊടുത്തിട്ടുണ്ട്, മേയും കൊടുത്തിട്ടുണ്ട്. 4 ഓപ്ഷനുണ്ട്. ക്യാനും മേയും ഉണ്ട്. എത്ര പേര് എഴുതി? ദോ മൈ ഗ്രാൻഡ് ഫാദർ ഈസ് ഓവർ 90. എൻ്റെ ഗ്രാൻഡ് ഫാദർക്ക് 90 വയസ്സ് കഴിഞ്ഞെങ്കിലും ഇപ്പോഴും അദ്ദേഹത്തിന് എഴുതാനും വായിക്കാനും കഴിയുന്നു. CAN, CAN. എൻ്റെ കുട്ടികൾക്ക് ശരിയായി. ചിലരൊക്കെ അവിടെ ഇരുന്ന് സന്തോഷിക്കുന്നുണ്ട്. കൊള്ളാം. അടുത്ത 100ാമത്തെ ക്വസ്റ്റ്യൻ, അതായത് ഇതിൽ 20ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഡോക്ടർ സെഡ് ടു. റിപ്പോർട്ടർ സ്പീച്ചാണ്. റിപ്പോർട്ടർ സ്പീച്ച് വരുമ്പോഴത്തേക്ക് വരേണ്ട കാര്യം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. റിപ്പോർട്ടർ സ്പീച്ച് ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ ടു ചേർത്ത് എഴുതിയാൽ മതി. ഇമ്പരേറ്റീവ് സെൻറ്റൻസ് എന്ന നിർദ്ദേശവാക്യങ്ങൾ, ഗോ ദെയർ, കം ഹിയർ, ഓപ്പൺ ദ ഡോർ, ഡോണ്ട് പ്ലേ വിത്ത് ഫയർ. ഞാൻ സൂരജിൻ്റെ അടുത്ത് പറഞ്ഞു ഡോണ്ട് പ്ലേ വിത്ത് ഫയർ. സൂരജ് വീട്ടിൽ ചെന്ന് പറഞ്ഞു, ചക്രവാണി സാർ ആസ്ക്ഡ് മീ നോട്ട് ടു പ്ലേ വിത്ത് ഫയർ. സിറ്റ് ഹിയർ, എൻ്റെ അടുത്ത് പറഞ്ഞു ടു സിറ്റ് ഹിയർ. അപ്പോൾ നിർദ്ദേശവാക്യങ്ങളുടെ കൂടെ ടു ചേർത്ത് എഴുതിയാൽ മതി. ഇവിടെ നിർദ്ദേശവാക്യമാണ്. ദ ഡോക്ടർ സെഡ് ടു ഹിം അവോയ്ഡ് ജങ്ക് ഫുഡ്. ജങ്ക് ഫുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടുതൽ ഉപ്പും പിന്നീട് പഞ്ചസാരയും ഫാറ്റും ഒക്കെ ഉള്ള ഫുഡിന് പറയുന്ന പേരാണ് ജങ്ക് ഫുഡ്. ജങ്ക് ഫുഡ് ഒഴിവാക്കണം. ജങ്ക് ഫുഡ് എന്താണ്? ഈ ജങ്ക് മെയിൽ, JNKMAIL. ജങ്ക് മെയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആവശ്യപ്പെടാതെ ചില വസ്തുക്കൾ വീട്ടിലേക്ക് അയച്ചു തരും ചില പരസ്യ കമ്പനിക്കാർ. നമ്മൾ ആവശ്യപ്പെട്ടതല്ല, അത് ജങ്ക് മെയിലാണ്. എന്നാൽ ജങ്ക് ഷോപ്പ് എന്താണ്? ജങ്ക് ഷോപ്പ് എന്ന് പറഞ്ഞാൽ പഴയ വസ്തുക്കൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന കടയ്ക്കാണ് ജങ്ക് ഷോപ്പ്. ജങ്ക് മെയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആവശ്യപ്പെടാതെ നമ്മളെ വീട്ടിൽ അയച്ചു തരുന്ന സാധനങ്ങൾ. ജങ്ക് ഫുഡ് എന്ന് പറഞ്ഞാൽ ഫുഡ് ദാറ്റ് ഈസ് നോട്ട് ഹെൽത്തി ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ് എ ലോട്ട് ഓഫ് ഫാറ്റ്, സാൾട്ട് ആൻഡ് ഷുഗർ. അതാണ് ജങ്ക് ഫുഡ്. അതാണ് പറയുന്നത് ജങ്ക് ഫുഡ് ഒഴിവാക്കണം. ചില ആളുകൾ അതേ കഴിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ ദ ഡോക്ടർ സെഡ് ടു ഹിം അവോയ്ഡ് ജങ്ക് ഫുഡ് എന്ന് പറയുന്നത് ജങ്ക് ഫുഡ് ഉപേക്ഷിക്കൂ, ഒഴിവാക്കൂ. നിർദ്ദേശമല്ലേ? നിർദ്ദേശമാണെങ്കിൽ ടു ചേർത്ത് എഴുതിയാൽ പോലെ. ഉത്തരം കൈ കിട്ടി, ടു അവോയ്ഡ് ജങ്ക് ഫുഡ്. ഉത്തരം കിട്ടി, ടു അവോയ്ഡ് ജങ്ക് ഫുഡ്. അപ്പോൾ ദ ഡോക്ടർ അഡ്വൈസ്ഡ് ഹിം, ഉപദേശിച്ചു. ADVISED ആണ് അഡ്വൈസ്ഡ്. ദ ഡോക്ടർ അഡ്വൈസ്ഡ് ഹിം ടു അവോയ്ഡ് ജങ്ക് ഫുഡ്. ടു അവോയ്ഡ് ജങ്ക് ഫുഡ്. ഇത്രയുമാണ് 20 ക്വസ്റ്റ്യൻസ് എൻ്റെ ഡിയർ ഫ്രണ്ട്സ്. കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷ. അതിൻ്റെ അടുത്ത ദിവസമാണ് ഞായറാഴ്ച നടന്ന ഒരു പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള 20 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഇത് തമിഴ് മലയാളം മീഡിയത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടി നടത്തിയ ഒരു പരീക്ഷയാണ്. ഇതിലെ സയൻസ് ക്വസ്റ്റ്യൻ ഇന്നലെ ജയകുമാർ സാർ കുറച്ച് എടുത്തിട്ടുണ്ട്.
അതിൽ ബാക്കി സയൻസിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മുടെ മണി സാർ എടുക്കുന്നുണ്ട്, GK യുടെ ക്വസ്റ്റ്യൻസ് വീണ്ടും ഞങ്ങൾ എടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടി സമ്പൂർണ്ണമാകും. നിങ്ങൾ ഒരു ഇഞ്ച് പുറകോട്ട് പോകാതിരിക്കുമെങ്കിൽ, പഴയ ഉത്സാഹത്തിൽ ലെവലേശം ചോർച്ച വരാതിരിക്കുമെങ്കിൽ, ഈ ക്ലാസ് കാണുന്ന 10,000-ത്തിലധികം കുട്ടികൾ ജോലിയും കൂടി തന്നെ പോകും. അടുത്ത റിസൾട്ട് എന്ന് പറയുന്നത് വമ്പിച്ച റിസൾട്ടായിരിക്കും. ആ പോലീസിൻ്റെ റിസൾട്ട് വരാൻ പോവുകയാണ്. ഒരാഴ്ചക്കകത്ത് പോലീസിൻ്റെ റിസൾട്ട് വരും. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് 20 മാർക്കിന് അവരുടെ നിയമ വിഭാഗങ്ങളുമായി പഠിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് നമുക്കൊരു റിട്ടയേർഡ് DYSP ക്ലാസ് എടുക്കാനായിട്ട് ഇവിടെ വരുന്നുണ്ട്. അദ്ദേഹം നമ്മളെ സഹായിക്കുന്നുണ്ട്. ഞങ്ങളുടെ നാട്ടുകാരൻ തന്നെയാണ്, വളരെ പ്രശസ്തനായ ഉദ്യോഗസ്ഥൻ ആണ് അദ്ദേഹം. ക്ലാസ് എടുക്കുക. 20 മാർക്ക് ഫുള്ള് കിട്ടും. പോലീസുകാർക്ക് 20 മാർക്ക് ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കും. അവിടെ ബാക്കി 80 മാർക്ക് ഇംഗ്ലീഷും മലയാളവും എല്ലാം കൂടെ ചേർന്നാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പോലീസുകാരാകാൻ മോഹിക്കുന്നവർ, SI ആകാൻ മോഹിക്കുന്നവർ, ഡിഗ്രി പരീക്ഷ എഴുതി ഡിഗ്രി ലെവലുള്ള പരീക്ഷ എഴുതി ജയിക്കാൻ താല്പര്യമുള്ളവർ ഞങ്ങളുടെ ഈ ക്ലാസ്സുകൾ സവിസ്തരം വിശദമായി കാണണമെന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.